ഇത് പള്ളിപ്പുറത്തുകാവ് ദേവീക്ഷേത്രം. കോട്ടയം തിരുവനന്തപുരം റൂട്ടിൽ കോടിമത എന്ന സ്ഥലത്താണ് പള്ളിപ്പുറത്തുകാവ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. കോട്ടയം റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഏകദേശം 5 കിലോമീറ്റർ ദൂരമാണ് ക്ഷേത്രത്തിലേക്കുള്ളത്. പ്രപഞ്ചത്തിന്റെ ഈശ്വരിയായി കണക്കാക്കപ്പെടുന്ന ഭദ്രകാളി ദേവിയാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. വേതാള ഖണ്ഡത്തിൽ സ്ഥിതി ചെയ്യുന്നതും ദാരുകനെ നിഗ്രഹിച്ച് ഭക്തജനങ്ങളെ അജ്ഞതയുടെ അന്ധകാരത്തിൽ നിന്ന് വെളിച്ചത്തിലേക്ക് ആനയിക്കുന്നതുമായ രൂപത്തിലാണ് ഇവിടുത്തെ ഭദ്രകാളി പ്രതിഷ്ഠ. ഇന്ന് പള്ളിപ്പുറത്തുകാവ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന സ്ഥലം പണ്ട് കുമാരനല്ലൂർ ദേവസ്വം വകയായിരുന്നു. കോട്ടയത്തെ വയസ്കര മൂസിന്റെ ഇല്ലത്തുള്ളവരെ വയസ്കര പോറ്റി എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. വയസ്കര പോറ്റി അന്ന് നാടുവാണിരുന്ന തെക്കുംകൂർ രാജാവിന്റെ വൈദ്യനായിരുന്നു. കോടിമത, തിരുനക്കര എന്നീ പ്രദേശങ്ങളിലുള്ള ആധിപത്യം തെക്കുംകൂർ രാജാവ് വയസ്കര പോറ്റിക്ക് വിട്ടുകൊടുത്തിരുന്നു. നികുതി പിരിച്ചെടുക്കുന്നതിനും മറ്റുമുള്ള അധികാരമെല്ലാം വയസ്കര പോറ്റിക്കായിരുന്നു. ദേവീസേവകനായ ഒരു ഭക്തന്റെ അപേക്ഷ പ്രകാരം വയസ്കര പോറ്റി കോടിമതയിൽ ഭദ്രകാളി ദേവിക്ക് ഒരു ക്ഷേത്രം പണികഴിപ്പിച്ചു കൊടുക്കാൻ സമ്മതിച്ചു. ദേശക്കാരുടെ സഹകരണം ക്ഷേത്രത്തിന്റെ നിർമ്മാണത്തിൽ ധാരാളമുണ്ടായിരുന്നതിനാൽ വളരെ പെട്ടെന്നു തന്നെ ക്ഷേത്ര സമുച്ചയം കോടിമതയിൽ ഉയർന്നു. അന്നത്തെ പ്രസിദ്ധനായ തന്ത്രി ഭദ്രകാളി മറ്റപ്പള്ളി നമ്പൂതിരിപ്പാടിനെ വിളിച്ചു വരുത്തുകയും ഭഗവതിയെ പ്രതിഷ്ഠിക്കാനുള്ള സൗകര്യവും വയസ്കര പോറ്റി ചെയ്തു കൊടുക്കുകയുണ്ടായി. പ്രതിഷ്ഠ നടത്തിയ മറ്റപ്പള്ളി നമ്പൂതിരിയാണ് ഈ ക്ഷേത്രത്തിന് പള്ളിപ്പുറത്തുകാവ് എന്ന പേര് നിർദ്ദേശിച്ചത്. പള്ളിപ്പുറത്തുകാവിനെ പറ്റിയുള്ള ഐതിഹ്യം ഇങ്ങനെയാണ്. കോട്ടയത്തിനടുത്തുള്ള അമയന്നൂർ എന്ന ദേശത്ത് ഒരു ദേവീഭക്തൻ താമസിച്ചിരുന്നു. അദ്ദേഹം കൊല്ലവർഷം 4-ാം ശതകത്തിൽ ശ്രീപോർക്കലിയിൽ പോയി ഭക്തിപൂർവം ഭഗവതിയെ സേവിച്ചു. 2 കൊല്ലത്തിനു ശേഷം ഒരു ദിവസം രാത്രി ദേവിയെ കണ്ണടച്ച് ധ്യാനിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരശരീരി അദ്ദേഹം കേൾക്കാനിടയായി. നിന്റെ ഭക്തിവിശ്വാദികൾ കൊണ്ടും സേവ കൊണ്ടും ഞാൻ ഏറ്റവും സന്തുഷ്ടയായിരിക്കുന്നു. നീ ഇനി ഇവിടെ താമസിക്കേണ്ടതില്ല. നിന്റെ മുന്നിലിരിക്കുന്ന നാന്തകം വാൾ എടുത്തുകൊണ്ടു പോവുക. ആ വാൾ വച്ച് എന്നെ പതിവായി പൂജിക്കുക. അശരീരി അവസാനിച്ചപ്പോൾ അദ്ദേഹം കണ്ണു തുറന്നു. തന്റെ മുന്നിൽ നാന്തകം വാൾ ഇരിക്കുന്നത് കണ്ടു. താൻ കേട്ടത് സാക്ഷാൽ ഭഗവതിയുടെ ശബ്ദമാണെന്ന് ആ ഭക്തൻ ഉറച്ചു വിശ്വസിച്ചു. തുടർന്ന് ദേവീഭക്തനായ അദ്ദേഹം കുമാരനല്ലൂർ ക്ഷേത്രസന്നിധിയിലെത്തുകയും നാന്തകം വാൾ വച്ച് പൂജിക്കുന്നതിനുള്ള സൗകര്യമുള്ള ഒരു സ്ഥലത്തിനായി ദേവസ്വം അധികാരികളോടും ഊരാൺമ യോഗക്കാരായ മഹാബ്രാഹ്മണരോടും അപേക്ഷിച്ചു. അക്കാലത്ത് കുമാരനല്ലൂർ ക്ഷേത്രത്തിൽ 28 ദിവസത്തെ ഉത്സവം നടത്തിവരാറുണ്ടായിരുന്നു. ഒരു ദിവസത്തെ ആറാട്ട് കോടിമതയിലാണ് നടത്തിയിരുന്നത്. കുമാരനല്ലൂർ ദേവസ്വം വകയായുള്ള ഒരു കൊട്ടാരം കൊടിമതയിലുണ്ടായിരുന്നു. ആറാട്ട് നടത്തുമ്പോൾ മാത്രമേ കൊട്ടാരം തുറക്കാറുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ടുതന്നെ ഭഗവതിയുടെ നാന്തകം വാൾ കൊട്ടാരത്തിൽ വച്ച് പൂജിക്കാനുള്ള അനുവാദം ഊരാൺമ യോഗക്കാർ അനുവദിച്ചു. ദേവീഭക്തനായ അമയന്നൂർക്കാരൻ ഒരു മാന്ത്രികനും കൂടിയായിരുന്നു. ഇത് കേട്ടറിഞ്ഞ് പലരും അദ്ദേഹത്തെ കാണാനായി എത്താറുണ്ടായിരുന്നു. വരുന്നവരെല്ലാം ദേവീഭക്തനെ കാണുന്നതിനോടൊപ്പം ദേവിയുടെ നാന്തകം വാളിനെയും പൂജിച്ചു പോന്നു. പള്ളിപ്പുറത്തുകാവിലെ ഭദ്രകാളി ദേവിയുടെ അനുഗ്രഹ വർഷത്തിനായി ക്ഷേത്രത്തിലെത്തുന്ന ഭക്തജനങ്ങൾ നിരവധിയാണ്. പള്ളിപ്പുറത്തുകാവിലെ ക്ഷേത്ര നിർമ്മാണത്തിനും പ്രതിഷ്ഠയ്ക്കും ശേഷം അക്കാലം വരെ ദേവിയെ പൂജിച്ചുകൊണ്ടിരുന്നയാൾക്ക് ദേവിയെ തുടർന്ന് പൂജിക്കാൻ സാധിച്ചില്ല. അന്നു മുതൽ പൂജയ്ക്കായി ബ്രാഹ്മണരെ ഏർപ്പാടാക്കി. ബ്രാഹ്മണ പൂജ നടന്നു വരുമ്പോൾ തന്നെ അദ്ദേഹം ദേവിയെ മനസാ സ്മരിച്ചുകൊണ്ടേയിരുന്നു. അതിനായി അമയന്നൂരിലെ പൂർവ്വഗൃഹം ഉപേക്ഷിക്കുകയും കൊട്ടാരത്തിൽ തന്നെ സ്ഥിരതാമസമാക്കുകയും ചെയ്തു. അതിനാൽ അദ്ദേഹത്തിനും അദ്ദേഹത്തിന്റെ വംശജർക്കും
കൊട്ടാരത്തിലുണ്ണി എന്ന പേർ സിദ്ധിക്കുകയും ചെയ്തു. ഐതിഹ്യമാല എന്ന പ്രസിദ്ധ ഗ്രന്ഥത്തിന്റെ കർത്താവായ കൊട്ടാരത്തിൽ ശങ്കുണ്ണിയുടെ കുടുംബക്ഷേത്രമാണിത്. ക്ഷേത്രത്തിന് തൊട്ടടുത്ത് തന്നെയാണ് കൊട്ടാരത്തിൽ ശങ്കുണ്ണിയുടെ വീട് സ്ഥിതി ചെയ്യുന്നത്. ക്ഷേത്രത്തിലെ കഴകാവകാശം കൊട്ടാരത്തിൽ ശങ്കുണ്ണിയുടെ പിന്മുറക്കാർക്കാണ്. ഭദ്രകാളി ദേവി പൂജയ്ക്കായി ചെയ്യുന്ന തീയാട്ട് ഈ ക്ഷേത്രത്തിലെ ഒരു പ്രത്യേകതയാണ്. ദൈവമായി ആടൽ ലോപിച്ചാണ് തീയാട്ട് ഉത്സവം എന്ന പേരിൽ അറിയപ്പെടുന്നത്. പന്തമുഴിച്ചിലിന്റെ പ്രാധാന്യം പരിഗണിച്ച് ദീപമാടൽ എന്നർത്ഥം വരുന്ന ദീപാട്ടം പിന്നീട് തീയാട്ടായി മാറിയതാണെന്നും ഒരു മറുപക്ഷമുണ്ട്. തീയാട്ട് രണ്ടു വിധത്തിൽ ഉണ്ട്: ഭദ്രകാളി തീയാട്ടും അയ്യപ്പൻ തീയാട്ടും. അയ്യപ്പൻ തീയാട്ടിൽ ശാസ്താവിനെയും ഭദ്രകാളി തീയാട്ടിൽ ഭദ്രകാളിയെയും കെട്ടിയാടുന്നു. സാധാരണയായി ഭദ്രകാളി ക്ഷേത്രങ്ങളിലും അപൂർവ ചില ഗൃഹങ്ങളിലും തീയാട്ട് നടത്തിവരുന്നു. ഭദ്രകാളിയുടെ അനുഗ്രഹം കൊണ്ട് ഭ്രാന്തുമാറിയെന്ന് വിശ്വസിക്കപ്പെടുന്ന ഒരു ശില്പിയായിരുന്നു പള്ളിപ്പുറത്തുകാവിലെ വിഗ്രഹം പണിതതെന്ന് വിശ്വസിക്കപ്പെടുന്നു. ഭ്രാന്തുമാറിയതിന്റെ നന്ദിസൂചകമായി ഭഗവതി നടയിൽ ഭദ്രകാളി ദേവിയുടെ ഒരു വിഗ്രഹം കൊത്തിയുണ്ടാക്കി. വിഗ്രഹം കാഴ്ചയിൽ അതിമനോഹരവും കൊത്തുപണികൾ കൊണ്ട് അലങ്കരിച്ചവയുമായിരുന്നു. 8 തൃക്കൈകളോടുകൂടിയും അവയിൽ 2 തൃക്കൈകൾ കൊണ്ട് ദാരുകാസുരനെ ശൂലത്തിന്മേൽ കുത്തിക്കോർത്ത് ഉയർത്തിപ്പിടിച്ചുകൊണ്ടും വേതാളത്തിന്റെ കഴുത്തിലിരിക്കുന്നതുമായിട്ടാണ് വിഗ്രഹം ശില്പി പണിതീർത്തത്. ഈ വിഗ്രഹം നടയ്ക്കുവച്ച കാലത്ത് അവിടെയുണ്ടായിരുന്നത് ഓടുകൊണ്ട് തീർത്ത ഒരു കണ്ണാടി ബിംബമായിരുന്നു. ശ്രീപോർക്കലിയിൽ നിന്നും കൊണ്ടുവന്ന വാൾ തുരുമ്പ് പിടിച്ചിരുന്നതിനാൽ ഭഗവതിയെ മറ്റപ്പള്ളി നമ്പൂതിരിപ്പാട് വാളിന്മേൽ നിന്ന് ആവാഹിച്ച് ഈ കണ്ണാടി ബിംബത്തിലേക്ക് ആക്കിയിരുന്നു. എന്നാൽ ശില്പി പണിതീർത്ത പുതിയ വിഗ്രഹം ക്ഷേത്രമര്യാദ പ്രകാരം പരിവാര പ്രതിഷ്ഠകളും നടത്തി പൂജിക്കാൻ ദേശവാസികൾ തീരുമാനിച്ചു. അന്ന് പ്രതിഷ്ഠിച്ച ബിംബം തന്നെയാണ് ഇപ്പോഴും അവിടെയുള്ളത്. പള്ളിപ്പുറത്തുകാവിലെ ദേവീക്ഷേത്രത്തിലെ തിരുവുത്സവം 10ാമുദയ മഹോത്സവമായി കൊണ്ടാടുന്നു. മേടമാസത്തിലെ 10 ദിവസങ്ങൾ ഭദ്രകാളിയുടെ അനുഗ്രഹ ദിവസങ്ങളായി ഭക്തജനങ്ങൾ കൊണ്ടാടുന്നു. ശാസ്താവ്, ശിവൻ, ഗണപതി, നാഗർ, ശ്രീകൃഷ്ണൻ എന്നിവയാണ് ഇവിടെ ഉപദേവന്മാരായി കുടിയിരിക്കുന്നത്. സർവർക്കും അമ്മയായ ദേവിയെ കണ്ടുവണങ്ങാനും ദേവിയുടെ 8 തൃക്കൈകളിൽ അഭയം കണ്ടെത്താനും മനസ്സു നിറയെ ദേവീ മന്ത്രങ്ങളുമായി പള്ളിപ്പുറത്ത് കാവിലെത്തുന്ന ഭക്തജനങ്ങൾ നിരവധി.